നിരവധി പുതുമകളോടെ നടക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ലോഗോയ്ക്കും കാലിക പ്രസക്തിയേറെയാണ്. ആ വിശേഷത്തിലേക്കാണ് ഇനി. ഇന്റർസെക്ഷനാലിറ്റി 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തുടരുമ്പോൾ ഈ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത്തവണത്തെ ലോഗോ, ബ്രാൻഡ് ഐഡന്റിറ്റി കോൺസെപ്റ്റ് ഇതാണ്, ഇന്റർസെക്ഷനാലിറ്റി. ഓക്സ്ഫോർഡ് നിഘണ്ടു പ്രകാരം വിവേചനത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അതിൻ്റെതായ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള അംഗീകാരമാണ് ഇന്റർസെക്ഷനാലിറ്റി. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അടിച്ചമർത്തലുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി എന്തുകൊണ്ട് ചലച്ചിത്രമേളയ്ക്ക് ഈ ലോഗോ? ഇത്തവണത്തെ IFFKയുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ചെയ്തത് ഞാനാണ്. എൻ്റെ പേര് അശ്വന്ത്. ഇതിൻ്റെ 2ാമത്തെ എഡിഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇത്തവണ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പുതുമകൾ ഡിസൈനിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഒരു ടേം വർക്ക് ചെയ്യുന്നിടക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ഒത്തിരി മനുഷ്യന്മാർ, വൈവിധ്യമാർന്ന ഒത്തിരി മനുഷ്യർ കൂടി ഒത്തുചേർന്ന് വരികയും അവർ ആശയങ്ങളും പൊളിറ്റിക്സും സിനിമയും ഒക്കെ ഇങ്ങനെ മിശ്രണം ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത്. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞ ടേമും പ്രാധാന്യം അർഹിക്കുന്നത് അതുകൊണ്ടാണ്. സിനിമാസ്വാദനവും ചലച്ചിത്ര ചർച്ചകളും മാത്രമല്ല, ഇത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയവും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും പങ്കുവയ്ക്കുന്ന ഇടം കൂടിയാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.